हेलो माय डियर चिल्ड्रन, आज हम मुहावरे के बारे में कुछ देखेंगे। सो पहला जो शब्द है आँखों का तारा। ओके, आँखों का तारा इट ഈസ് വെരി ഫേമസ് ഫോർ us. സോ हम इसका प्रयोग बहुत प्यारा കണ്ണിലുണ്ണി വളരെ പ്രിയപ്പെട്ടവൻ എന്നുള്ളൊരർത്ഥത്തിൽ യൂസ് ചെയ്യുന്നു. ओके, देखिए हम इकलौता होने के कारण राहुल अपने दादा दादी की आँखों का तारा है. ओके, अपनी मेहनत और ईमानदारी के कारण वह अपने बॉस की आंखों का तारा बन गया है. सो आंखों का तारा का प्रयोग है हम बहुत प्यारा. ओके, वेरी लवेबल, दैट काइंड ऑफ ए मीनिंग इट इज़ यूजिंग. ओके, दूसरा शब्द है लोहे के चने ചപാന. ഓക്കെ, ടു ഫേസ് എ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ബഹുത്ത് കഠിനായി काम करना. रेडी. सो IAS की परीक्षा में सफल होने के लिए विद्यार्थियों को ലോഹെ കി ചന ചബാനെ പടുത്തെ ഹെ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനൽ മാച്ച് में विपक्षी टीम को हराना हमारी टीम के लिए लोहे के चने चबाने के जैसा है. അപ്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരർത്ഥത്തിൽ നമുക്ക് ലോഹേക്ക ചന ചബാന എന്നുള്ള ഒരു വേർഡ് മുഹാവര നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ദാന്ത് ഘട്ടേ കർണ, ടു ഡിഫീറ്റ് ബാഡ്ലി. എന്താ പറയുക, നമ്മൾ തറം പറ്റിക്കുക അല്ലെങ്കിൽ അടിച്ച് നിരപ്പാക്കുക എന്നൊക്കെ പറയാറുണ്ട്. തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഇതായിട്ട്. ഇപ്പം എന്താ പറയുക, ഇന്ത്യ ടീം, ഓക്കെ, ഭാരത് കെ टीम पाकिस्तान को क्या कर दिया, दांत गट्ठे कर दिया. ओके, रानी लक्ष्मीबाई ने युद्ध के मैदान में अंग्रेज़ों के दांत गट्ठे कर दिया. सो डिफीट बैडली എന്നുള്ളൊരർത്ഥത്തിൽ इस बार के वाद विवाद प्रतियोगिता में हमारे विद्यालय के छात्रों ने शहर के बड़े स्कूलों के दांत गट्टे कर दिया. ഓക്കെ, അപ്പം വലിയ വലിയ സ്കൂളുകളെ പോലും നമ്മൾ നിരംപരിശാക്കി അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഈദ് കാ ചാന്ത് ഹോന, ടു അപ്പിയർ ആഫ്റ്റർ എ ലോങ് ടൈം, ബഹുത്ത് ദിനോക്കെ ബാദ് ദിഖായി ദേന. ഓക്കെ, മലയാളത്തിൽ നമ്മൾ പറയുന്നത് മാവേലി എന്ന് പറയാറുണ്ട്. അതായത് എപ്പോഴെങ്കിലുമൊക്കെ കാണാറുള്ളൂ, സ്ഥിരമായിട്ട് കാണാറില്ല, എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരവസരം. ആ ഒരു കാര്യത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ओके, सो हम इसका प्रयोग किस प्रकार किया है. जब से तुम्हारी सरकारी नौकरी लगी तुम तो ईद का चांद हो गई हो. कक्षा में राहुल ईद के चांद जैसे आ रहे हैं. അപ്പം ഈദ് का चांद എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാണുക എന്നുള്ളൊരർത്ഥത്തിൽ. ഓക്കെ, बचपन के दोस्त से कई सालों बाद मिलने पर मैंने कहा भाई तुम तो बिल्कुल ईद का चांद हो गए हैं. ഓക്കെ, നീ ഒരു ഈദ് का चांद हो गया है, നീ ഒരു മാവേലിയാണല്ലോ എന്നുള്ള മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ. ഓക്കെ, ആഗ് ബബുള ഹോന, ടു ബി എക്സ്ട്രീംലി ആംഗ്രി. നമ്മൾ പറയുന്ന കണ്ണു ചുമക്കുക അല്ലെങ്കിൽ കണ്ണു തുറിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട്, അത് മലയാളത്തിൽ. ഓക്കെ, ബഹുത്ത് ക്രോധാന. सो घर की खिड़की का कांचा टूटा देखकर पिताजी आग बबूला हो गए. भ्रष्टाचार की खबर सुनकर आम जनता सरकार पर आग बबूला हो उठी. ओके, बच्चों की शरारती देखकर प्रधान अध्यापक ने आग बबूला हो गई. സോ വളരെ ദേഷ്യപ്പിടിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ടോക്കർ ഖാന. ടോക്കർ ഖാന इसका अर्थ होता है ടു ഫേസ് ട്രബിൾസ്. സോ പ്രോബ്ലംസ് ഫേസ് ചെയ്യുക എന്നുള്ളൊരു अर्थത്തിൽ. मुसीबतों का सामना करना. ओके, मुसीबतों का सामना करना, हिंदी में इसको इस प्रकार अर्थ ले सकते हैं. जीवन के पद पर सफलता प्राप्त करने के लिए अक्सर मनुष्य को कई बार ठोकर खाना पड़ता है. ओके, व्यापार में भारी नुकसान सहने के बाद अब वह समझदारी काम ले रहा. आखिर ठोकर खाकर ही इंसान सीखता है. ഇപ്പോൾ ഒരു പല കാര്യങ്ങളും എന്താ പ്രോബ്ലംസ് ഫേസ് ചെയ്യുക എന്നുള്ളൊരർത്ഥത്തിൽ യൂസിങ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഡങ്കെ കി ചോട്ട് पर कहना. सो डंगे की चोट पर कहना. ഓക്കെ, इसका अर्थ क्या होता है, നിർഭീക होकर कहना. നമ്മളെന്താ പെട്ടെന്ന് എല്ലാം തുറന്ന് പറയുക, അല്ല പേടിയില്ലാണ്ട് സംസാരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ मीनिंग. स्पीक फेयरलेसली. ओके, हमारे नेता ने विपक्षी दल की गलतियों को सभा में डंगे की ചോട്ട് पर कहा. അതായത് ഒരു പേടി കൂടാതെ തുറന്നടിച്ച് പറയുക എന്നുള്ളൊരു അർത്ഥത്തിൽ തുറന്ന് പറയുക. ഓക്കെ,
मलयालम वी आर यूजिंग। सत्य बोलने वाला व्यक्ति कभी किसी से नहीं डरता और अपने बात डंगे की चोट पर कहता है. ഓക്കെ, പേടിയില്ലാതെ സംസാരിക്കുന്നു. താരെ गिनना, तारे गिनना, टू वेट एंक्सियसली, परीक्षा का परिणाम आने की प्रतीक्षा में छात्र रात भर താരെ गिनने रहे. നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് പിന്നെ എന്താ നക്ഷത്ര എണ്ണിന്ന്, അല്ലെങ്കിൽ ബേച്ചൈനീസെ പ്രതീക്ഷ കാരണം അല്ലേ, നമ്മൾ എന്താ വെയിറ്റ് ചെയ്യുക, ഒരാളെ കാത്തിരിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിൽ വി ക്യാൻ യൂസ് ഇറ്റ്. കൽ പിക്നിക് पर जाने की खुशी में छोटे बच्चे ने जाग कर तारे गिनने लगे. അത് കണ്ണ് തുറന്നിരിക്കുക അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ, വരുന്നതും നോക്കി നിൽക്കുക, കണ്ണ് നട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, തിൽക്ക താട് കർണ, തിൽക്ക താട് കർണ, ചോട്ടി ബാത്തുക്കോ ബടാ കർണ. ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി എന്താ പറയുക, പെരുപ്പിച്ച് പറയുക എന്നൊക്കെ മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സമझदार लोग छोटी बातों को सुलझा लेने जबकि मूर्ख लोग तिल का ताड़ कर देता है. സോ വിഡ്ഢികളായ ആളുകൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നു, പെരുപ്പിച്ച് പറയുന്നു. ഓക്കെ, ദെൻ അരെ ഭായി ഉസ്നെ ബസ് മസാക്ക് കിയാ താ തുമ്നെ തോ ബേക്കാർ തിൽ കാ താട് ബനാ രഹേ ഹോ. നീ അതിനെ പിന്നെ വലുതാക്കി കാണിക്കുന്നു, നീ അതിനെ വലുതാക്കി പറയുന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ യു ക്യാൻ യൂസ് ഇറ്റ് ദാറ്റ്. ഓക്കെ, തിൽക്ക താട് ബനാ രഹേ ഹോ. സോ തിൽക്ക താട് ബനാ का अर्थ होता है छोटी बात को बड़ा करना. ओके, और तितर बितर होना. സോ തിത്തർ ബിത്തർ ഹോന മീൻസ് ബിഖർ ജാന, പിന്നെ എന്താ ചിന്നിച്ചിതറുക, ചിതറി ഓടുക എന്നൊക്കെ മലയാളത്തിൽ വി ആർ ടെല്ലിങ് ടു സ്കാറ്റേർഡ് ഇൻ ഡയറക്ഷൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് तितर बितर होना. ओके, पुलिस के लाठी चार्ज करते ही പ്രദർശനക്കാരി തിത്തർ ബിത്തർ ഹോ ഗए. അവർ എന്താ പരക്കം പാഞ്ഞു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്നുള്ള ഒരർത്ഥം. സ്കൂൾ की घंटी बजते ही सभी बच्चे मैदान से तितर बितर होकर अपनी कक्षाओं से चले गए. സോ അവർ പരക്കം പാഞ്ഞിട്ട് അല്ലെങ്കിൽ ഓടിയിട്ട് ചിതറി ഓടിയിട്ട് ക്ലാസ്സിലേക്ക് വന്നു. ഓക്കെ, ദാന്ത് ഘട്ടേ കർണ, ഓൾറെഡി വി ഡിസ്കസ്ഡ് ദാന്ത് ഘട്ടേ കർണ ടു ഡിഫീറ്റ് ബാഡ്ലി. ഓക്കെ, ദാൽ ന ഗൽന. ഓക്കെ, ദാൽ ന ഗൽന, ടു ബി അൺസക്സസ്ഫുൾ. അപ്പം ഈ ദാൽ ന ഗൽന എന്ന് പറഞ്ഞാൽ ഗഡ്ബഡ് ഹോന അല്ലേ, നമ്മൾ എന്താ പറയുക, അതിൻ്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലത്തെ ഒരു ഡയലോഗാണ്. പിന്നെ ഹിന്ദി में ईमानदार अधिकारी के सामने रिश्वतखोर ठेकेदार की दाल न ഗലി. പരിപ്പ് വെന്തില്ല, പരിപ്പ് വേവില്ല എന്നൊക്കെ മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അത് നിൻ്റെ കളി എൻ്റെ അടുത്ത് നടക്കില്ല എന്നുള്ളൊരു പ്രയോഗം. ഓക്കെ, ടു ബി അൺസക്സസ്ഫുൾ, അതായത് ദാറ്റ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, मैंने उसे बेवकूफ़ बनाने की बहुत कोशिश की पर उसके सामने मेरी दाल नहीं गली. Okay, in front of him that work will not happen. It didn't happen. Okay, that kind of meaning. दाल में काला होना. Okay, दाल में काला होना, to be suspicious. പിന്നെ എന്താ പറയുക, ദാൽ മേ കാല ഹോന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗഡ്ബഡ് ഹോന, പിന്നെ എന്താ ഒരു സംതിങ് ഈസ് സംതിങ് റോങ്, ആ ഒരു മെത്തേഡ്. ഓക്കെ, उसकी अचानक बदली हुई बातों को सुनकर मुझे दाल में कुछ काला लग रहा. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയത് മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, അതാണ് ഇവിടെ. ദർവാസ അന്തർ സെ ബന്ദ് ഹെ और कमरे में सन्नाटा है पक्का दाल में कुछ काला है. അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, ദർവാസ बाहर से बंद है और कमरे में सन्नाटा है. सो वहाँ पक्का दाल में कुछ काला है, कुछ प्रॉब्लम है वहाँ. ओके, दो ठूट जवाब देना, टू रिफ्यूज़ फ्लैटली. ഓക്കെ, ദോ ടൂട്ട് ജവാബ് ദേന, നമ്മൾ പറയുന്ന മുഖത്തടിച്ച പോലെ പറയുക എന്ന് പറയാറുണ്ട്. മുഖത്തടിക്കുക എന്നല്ല അവിടെ ഉപയോഗിക്കുന്ന, മുഖത്തടിച്ച പോലത്തെ മറുപടി, പെട്ടെന്നുള്ള ഓൺ ദ സ്പോട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ വിത്തൗട്ട് എനി ഡൗട്ട് പെട്ടെന്ന് നമ്മൾ പിന്നെ ആൻസർ ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ജബ് പഡോസി ने बिना कारण ज़मीन पर कब्जा करना चाहा
तो दादाजी ने उन्हें 2 ठूट जवाब दे दिया. दादाजी പെട്ടെന്ന് തന്നെ മറുപടി നൽകി, മുഖത്തടിച്ച പോലെ മറുപടി നൽകി. मैंने उससे उधार मांगा तो उसने माफ़ माना करते हुए 2 ठूट जवाब दे दिया. ओके, मैंने उससे उधार मांगा तो उसने സാഫ് മന കർത്തേ ഹുയെ 2 ठूट ജവാബ് ദിയ. പെട്ടെന്ന് തന്നെ അതിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് മുഖത്തടിച്ച പോലെ ഒരു റിപ്ലൈ തന്നുണ്ട്. ഓക്കെ, ദെൻ ധൂത് കാ ധൂത് പാനി കാ പാനി കർണ, ടു ഡു ജസ്റ്റിസ്. പിന്നെ എന്താ പറയുക, നമ്മളൊരു നീതി നടപ്പാക്കുക, അല്ലെങ്കിൽ ഒരേപോലുള്ള നീതി, എന്താ പറയുക, അവരുടെ ന്യായീകരണം. ഹിന്ദി में हमको ले सकता है न्याय करना. सो क्या कहा हम, न्यायाधीश ने सबूतों के आधार पर अदालत में धूत का धूत और पानी का पानी कर दिया. അതായത് മറ്റുള്ള ഇതൊന്നും ഇല്ലാണ്ട് ഒരേപോലത്തെ ന്യായം ചെയ്തു എന്നുള്ള ഒരർത്ഥം. ओके, पंचायत ने दोनों भाइयों के झगड़ा सुलझाकर दूध का दूध पानी का पानी कर दिया. ओके, नेक्स्ट, धरती पर पाव न पड़ना, टू बी वेरी प्राउड. धरती पर पाव न पड़ना, टू बी वेरी वेरी प्राउड. പിന്നെ क्या कहा, अभिमान में रहना. ओके, ഭയങ്കര അഭിമാനം തോന്നുക എന്നുള്ള, अभिमान में रहना. ओके, लॉटरी निकालने के बाद से तो उस व्यक्ति के धरती पर पाव नहीं रह पड़े. अपनी नई कार देखकर सोहन इतना खुश है कि उसके धरती पर पाव नहीं पड़ रहे हैं. അവൻ്റെ കാലിൻ്റെ നമ്മൾ തുള്ളിച്ചാടി എന്നൊക്കെ പറയാം, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നൊക്കെ പറയുന്ന സെയിം കണ്ടീഷൻ. ധാഗ് ജമാന, ടു എസ്റ്റാബ്ലിഷ് ഇൻഫ്ലുവൻസ്. ഓക്കെ, ഒരു സ്വാധീനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പിന്നെ എന്താ കൈബലം, ഒരു താങ്ങ്, അല്ലെങ്കിൽ ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു ഇത്. ഓക്കെ, ധാഗ് ജമാൻ എന്നാണ് ടു एस्टैब्लिश इन्फ्लुएंस, മറ്റുള്ളവരുടെ സ്വാധീനം ചെലുത്തുക. ओके, जिले में प्रथम स्थान पाकर उस छात्र ने सभी शिक्षकों पर अपनी धाग जमा ली. അവൻ്റെ ഒരു പിന്നെ സ്വാധീനം അവിടെ ഉറപ്പിച്ചു. नए कप्तान ने पहले ही मैच में शतक लगाकर पूरी टीम पर अपनी धाक जमा दी. ओके, 9-2-11 होना. So always we are using that kind of a word, 9-2-11 होना, ടു റൺ അവേ, അതായത് പേടിച്ച് ഓടുക എന്നുള്ളൊരു അർത്ഥമാണ് 9-2-11 होना. ഭാഗ് ജാന, ഓക്കെ, മുങ്ങുക, അവിടുന്ന് എസ്കേപ്പ് ആവുക. ഓക്കെ, പെട്ടെന്ന് സ്കൂട്ടാവുക എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 9-2-11 होना, ടു റൺ അവേ. അതായത് മലയാളം വീക്കെൻഡിൽ അവനത് കണ്ടപ്പോൾ അവൻ മുങ്ങി എന്ന് പറയാറുണ്ട്. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ യൂസേജ്. ഓക്കെ, പുലിസ് की गाड़ी का सायरन सुनते ही चोर गली से 9-2-11 हो गया. പെട്ടെന്ന് തന്നെ അവിടുന്ന് വലിഞ്ഞു, അവിടുന്ന് എസ്കേപ്പ് ആയി എന്നുള്ള അർത്ഥം. മാം കോ ഗുസ്സേ മേ ആത്താ ദേഖ് ശരാരത്തി ബച്ച പിന്നെ കമരെ സെ 9-2-11 ഹോ ഗയി. സോ റൂമിൽ നിന്നും പെട്ടെന്ന് എസ്കേപ്പ് ആയി. ഓക്കെ, നാക്ക് കാട്ടന, ടു ബ്രിങ് ഡിസ്ഗ്രേസ്. ഓക്കെ, ടു ബ്രിങ് डिस्ग्रेस, नाक काटना. ओके, देखिए, हम गलत संगति में पढ़कर बेटे ने पूरे खानदान की नाक काट दी. गलत संगति में, ഓക്കെ, ഒരു ചീത്ത കൂട്ടുകെട്ടിൽ പോയിട്ട് അവൻ എന്ത് ചെയ്തു, അവനവൻ്റെ മാനം കളഞ്ഞു, ഇല്ലെങ്കിൽ എന്താ, അവൻ മാനം നശിപ്പിച്ചു എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ, ഭംഗം വരുത്തുക എന്നുള്ളതൊക്കെ പറയാറുണ്ട്. मैंने तुमसे इतनी उम्मीद थी कि तुमने परीक्षा में फेल होकर मेरी नाक काटा. നീ എന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ എൻ്റെ മാനം കളഞ്ഞു എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ടു ലോസ് അവർ റെപ്യൂട്ടേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. എന്താ പറയുക, ബേ ഇസ്സത്തി കർണ. നാക്ക് കാട്ടണ മീൻസ് ബേ ഇസ്സത്തി കർണ. ഓക്കെ, देन नाक रख लेना. अभी हमने देखा नाक काटना, बेइज्जती कराना. ओके, लेकिन जस्ट opposite only it is coming that നാക്ക് രഖ് ലേന. നാക്ക് ലേന, ടു സേവ് സംവൺ ഹോണർ, മാനം രക്ഷിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ മാനം കളയുക എന്നുള്ളത്, ഇപ്പോൾ പറഞ്ഞത് ഇസ്സത്ത് ബച്ചാലേന. ഓക്കെ, നാക്ക് രഖ് ലേന മത്ലബ് ഇസ്സത്ത് ബച്ചാലേന. ഓക്കെ, ഷഹർക്ക്. അപ്പം പിന്നെ जब हम इसका प्रयोग करते समय इसका अर्थ अच्छी तरह जानना है. ओके, नाक काटना, बेइज्जती कराना. ओके, वहाँ क्या है, हमारी रेप्यूटेशन को लूज़ करना. ओके,
टू लॉस आवर हॉनर. ओके, लेकिन नाक रख लेना, यहाँ तो नाक रख लेना है. सो नाक रख लेना का अर्थ ये होता है इज्जत बचा लेना. नाक में दम करना, नाक रख लेना, टू सेव समवन्स हॉनर. ओके, सो यहाँ कठिन समय में समय पर आर्थिक मदद होकर मालिक ने अपने वफादार नौकर की നാക്ക് രഖിലി, അവൻ്റെ മാനം രക്ഷിച്ചു, അല്ലെങ്കിൽ അവന് ഒരു എന്താ അവനെ സപ്പോർട്ട് ചെയ്തു, അല്ല അവന് ആദരവ് നൽകി എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, ജബ് മെഹമാൻ ഘർ ആയെ और मिठाई ख़त्म हो गई तब छोटे भाई ने भागकर दुकान से मिठाई लाकर मेरी नाक रख दी. അവൻ എന്നെ രക്ഷിച്ചു എന്ന് പറയാറുണ്ട്, എൻ്റെ മാനം കാത്തു എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ദാറ്റ് ഈസ് വേർഡ്. നാക്ക് മേം ദം കർണ. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് വേർഡ് ഓൺലി യൂസിങ് ദർ. നാക്ക് മേം ദം കർണ. അപ്പോൾ നാക്ക് മേം ദം കർണ മീൻസ് എന്താ, പരേഷാൻ കർണ. ഹിന്ദി में आपका प्रयोग कर सकते हैं പരേഷാൻ കർണ, ബുദ്ധിമുട്ടിക്കുക പിന്നെ എന്നുള്ളൊരർത്ഥം. ഓൾവേസ് മേക്കിംഗ് ട്രബിൾ. ഓക്കെ, शहर के मुख्य चौराहों पर आवारा पशुओं ने राहगीरों की नाक में दम कर रखा है. ओके, गर्मियों की छुट्टियों में बच्चों ने शोर मचा कर अपनी दादी की नाक में दम कर दिया. എപ്പോഴും ഒരു ട്രബിളായിട്ട് മാറി, എപ്പോഴും പൊറുതിമുട്ടിക്കുക എന്ന് മലയാളം വി ക്യാൻ ടെൽ. ओके, देन पापड़ बेलना. पापड़ बेलना क्या है? पापड़ बेलना का अर्थ क्या होता है? विषम परिस्थितियों से गुजरना. ओके, ऑलवेज वी आर गोइंग थ्रू ए പിന്നെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഓക്കെ, പാപ്പഡ് बेलना. പിന്നെ क्या है? विषम परिस्थितियों से गुजरना. हिंदी में कह सकता है विषम परिस्थितियों में गुजरना. ओके, एक सफल डॉक्टर बनने के लिए उसे अपने छात्र जीवन में बहुत पापड़ लेना और बेलने पड़े. ओके, इस पुराने स्कूटर को चालू करने के लिए मुझे रोज़ बहुत पापड़ बेलने पड़ता है. കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഠിന പ്രയത്നം ചെയ്യുക എന്ന് മലയാളത്തിൽ എന്താ പറയുക, എല്ല് പുറിയ പണിയെടുക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഇല്ലെങ്കിൽ എന്താ, വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന് പറയാറുണ്ട്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് എ വേർഡ് ഓൺലി ഹിയർ ഇറ്റ് ഈസ് യൂസിങ് पापड़ बेलना टू गो थ्रू हार्डशिप्स. मतलब हिंदी में मैंने बताया विषम परिस्थितियों से गुजरना, और മലയാളം കഠിന പ്രയത്നം करना. ഓക്കെ, വളരെയധികം പ്രയത്നം ചെയ്യുക. ഓക്കെ, देन पस्त करना. पस्त करना मीन्स क्या है? हरा देना, टू डिफीट, वी कैन टेल दैट. ओके, भारतीय जांबाज सैनिकों ने घुसपैठियों को सीमा पर से पस्त कर दिया. ओके, और भारतीय खिलाड़ियों ने പാകിസ്ഥാൻ को പസ്ത് കർ ദിയ, അതായത് നിലംപരിശാക്കി അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്നുള്ള ഒരർത്ഥം, തളർത്തി എന്നുള്ളൊരർത്ഥം വയ്ക്കാൻ. ओके, शतरंज के खेल में दादाजी ने अपने चालों से मुझे बुरी तरह पस्त कर दिया. ओके, और फ्रॉम द टेक्स्ट बुक, इफ़ यू आर टेकिंग फ्रॉम द टेक्स्ट बुक, वहाँ हमने पढ़ा है हमारे वज़ीर अली ने कर्नल को क्या कर दिया? पस्त कर दिया. ओके, वज़ीर अली ने ब्रिटिश सरकार को पस्त करने की कोशिश किया और पस्त कर दिया. सो इसी प्रकार हमने इसका प्रयोग कर सकते हैं. ओके, पानी होना. ओके, एक्चुअली पानी मीन्स वाटर, लेकिन यहाँ पानी मीन्स इज्जत का अर्थ भी हमें मिलता है. सो पानी होने का अर्थ होता है लज्जित होना. ओके, पानी होना मीन्स टू बी अशेम्ड. लज्जित होना, हिंदी में लज्जित होना इसका अर्थ ले सकता है. ओके, जब अदालत में चोर का झूठ पकड़ गया तो वह शर्म के मारे पानी हो गए. सो वह टू बिकम वेरी अशेम्ड, लज्जित हो गए. दैट इज़ द मीनिंग. अपनी गलती का एहसास होते ही राहुल सबके सामने पानी हो गया. सो രാഹുൽ बहुत लज्जित हो गए. സോ ഡയറക്റ്റ് മീനിങ് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ നാണം കെട്ടുപോയി, അവൻ നാണിച്ചു പോയി. സോ ലേക്കിൻ ഇസ്കാ അർത്ഥം അവൻ്റെ പിന്നെ എന്താ, തൊലി ഉരിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, ഇസി പ്രകാർ का एक अर्थ है हम पानी हो गया. ഓക്കെ, പീട്ട് ദിഖാന. സോ പീട്ട് ദിഖാന മീൻസ് എന്താ, പുറംതിരിഞ്ഞ് ഓടുക, അതായത് നാണം കെട്ട് ഓടുക. ഓക്കെ, നാണം കെടുക. ദാറ്റ് ഈസ് ദ മീനിങ് ഇൻ മലയാളം.
ओके पीठ दिखाना, टू शो പിന്നെ कोडेस मतलब क्या कहा कायरतापूर्ण काम करना. ഓക്കെ പേടിത്തൊണ്ടൻ എന്നൊക്കെ പറയുക പേടിച്ചോടുക എന്നുള്ള ഓക്കെ. സച്ചേ വീർ കബി युद्ध के मैदान में पीठ नहीं दिखाते, അവർ പുറംതിരിഞ്ഞ് ഓടാറില്ല. पीठ नहीं दिखाते. जब मुसीबत आई तो उसने मेरा साथ देने का बजाय पीठ दिखा दी. ഓക്കെ അപ്പോൾ എൻ്റെ നേരെക്കാൾ അവൻ എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ അവൻ എന്നെ പുറംതിരിഞ്ഞ് ഓടി എന്ന് പറയാറുണ്ട്. ഓക്കെ സോ ഇസി പ്രകാർക്ക് ഏക്ക് അർത്ഥ ഹെ പീട്ട് ദിഖാന, പിന്തിരിഞ്ഞോടുക അല്ലെങ്കിൽ പിന്നെ തോറ്റ് പിന്മാറുക. സോ ഇസി പ്രകാർക്ക് ഏക്ക് അർത്ഥ ഹെ. ഫൂലാന സമാന, സോ ഏക ഫൂലാന സമാന ടു ബി വെരി ഹാപ്പി എന്ന് പറയാൻ എന്താണ്, പിന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ സോ ഇറ്റ് ഈസ് ബിക്കം എന്താ ഓവർഫ്ലോയിങ് വിത്ത് ജോയ്. ओके बहुत प्रसन्न होना. ओके फूलाना समाना का अर्थ ये होता है बहुत प्रसन्न होना. प्रथम श्रेणी में उत्तीर्ण होने की खबर सुनकर वह खुशी से फूलाना समाया. ओके पापा ने नई साइकिल देते तो उसको फूलाना समाया. ओके जन्मदिन पर अपना मनपसंद तोहफा पाकर छोटा बच्चा फूला नहीं समा रहा था. അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവൻ്റെ സന്തോഷം അവന് അടക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ ദെൻ ബാഞ്ചെ ഗിൽന. ഓക്കെ ബാഞ്ചെ ഗിൽന, സോ വൺ ഓഫ് ദ ലെസൺ വി സ്റ്റഡീഡ് ദ സെയിം വേർഡ് ബാഞ്ചെ ഗിൽന, ടു ബി പിന്നെ എക്സ്ട്രീംലി ഡിലൈറ്റഡ്. ओके भांजे गिलना, सो सेम कंडीशन फूलाना समाना, इसी प्रकार का एक ही अर्थ है. यहाँ भी सेम टाइप ऑफ मीनिंग ओनली, यहाँ भी बहुत प्रसन्न होना. भांजे गिलाना टू बी एक्सट्रीमली डिलाइटेड, सो बहुत हैप्पी होना. ओके पुत्र की विदेश में नौकरी लगाने की सूचना पाकर माम की भांजे खिल उड़ी. सो माम को फूलाना समाये, सेम कंडीशन वी कैन यूज़. ओके बहुत दिनों बाद पुराने मित्र को घर आया देख मेरी भांजे खिल गई. ओके मुझे फूलाना समाई എന്ന് പറഞ്ഞാലും नो प्रॉब्लम. ओके दोनों का अर्थ एक ही होते हैं. दो शब्द यहाँ हमने देखा फूलाना समाना और भांजे गिलना. ओके सो भांजे गिलना फ्रॉम आई थिंक भांजे गिलना इन वन ऑफ द लेसन वी स्टडीड. ओके देन बाल भी भांका न होना. ओके बाल भी भांका न होना, टू रिमेन अनहार्म्ड. सो क्या कहा यहाँ बाल भी भांका न होना, പിന്നെ എന്താ പറയണ്ടത്, എനിക്കൊന്നും സംഭവിക്കില്ല, നത്തിങ് വിൽ ഹാപ്പൻ, ദാറ്റ് കൈൻഡ് ഓഫ് പിന്നെ മീനിങ് വി യൂസ് ടു ടെൽ ദാറ്റ്. നോട്ട് ഈവൻ എ സിംഗിൾ എന്താ injury happen or nothing will happen, that kind of a meaning only here. क्या है बाल भी भांगा न होना, to remain unharmed, nothing will happen, that kind of. okay भगवान के भक्तों पर कितनी ही मुसीबतें आए उसका कोई बाल भी न भांगा नहीं कर सकता, എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ദാറ്റ് കൈൻഡ് ഓഫ് എ മീനിങ് ഓൺലി യൂസിങ് ഹിയർ. ഓക്കെ മലയാളം എൻ്റെ രോമത്തിൽ തൊടാൻ പോലും പറ്റില്ല എന്ന് വി ആർ യൂസിങ്. സോ इसी प्रकार का एक अर्थ है बाल भी भांगा न होना. सड़क पर इतनी भयानक दुर्घटना हुई फिर भी गाड़ी चलाने वाले का भांगा भी न हुआ. വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല, നത്തിങ് ഈസ് ഹാപ്പൻഡ്. ഓക്കെ ബുട്ടാപ്പേക്ക് ലാട്ടി, ബുട്ടാപ്പേക്ക് ലാട്ടി സോർട്ട് സപ്പോർട്ട് ഇൻ ഓൾഡ് ഏജ്. ഓക്കെ എന്താ പറയുക, നമ്മുടെ വാർദ്ധക്യത്തിൽ ഒരു സപ്പോർട്ട് എന്ന് പറയാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താ വയസ്സാം കാലത്തൊരു താങ്ങ് എന്ന് പറയാറുണ്ട്. ഓക്കെ സപ്പോർട്ട് ഇൻ ഓൾഡ് ഏജ്, ബുട്ടാപ്പേക്ക് ലാട്ടി, ഏകമാത്ര സഹാര. ओके दैट काइंड ऑफ थिंग. श्रावण कुमार की तरह हर पुत्र को अपने माता पिता के लिए बुढ़ापे की लाठी बनना चाहिए. ഒരു ഏകമാത്ര സഹാര, അവർക്ക് എപ്പോഴും ഒരു താങ്ങാവുക, ഒരു സപ്പോർട്ടാവുക എന്നുള്ള അർത്ഥം. ഓക്കെ പിന്നെ यहाँ क्या है मैंने बताया एक मात्र सहारा. यस ओके गांव के लोग कहते हैं कि गोपाल ही अपने नेत्रहीन पिता की बुढ़ापे की लाठी है. ഓക്കെ ബുട്ടാപ്പേ की लाठी എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സപ്പോർട്ട്, ഇല്ലെങ്കിൽ ഒരേ ഒരു കൈത്താങ്, ഒരേ ഒരു സപ്പോർട്ട് ഇൻ മലയാളം. ഓക്കെ ദെൻ ബാൽ ബാൽ ബച്ചന. ബാൽ ബാൽ ബച്ചന മീൻസ് ക്യാ कहते हैं നാരോ എസ്കേപ്പ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ഓക്കെ നാരോ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നെ ക്യാ കാ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബാൽ ബാൽ ബച്ചന. भूकंप के दौरान പിന്നെ मलबे के नीचे दबे कई लोग चमत्कारिक रूप से बाल बाल बच गए. ओके, तलनारिഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത്. सो यहाँ इसी प्रकार हमें यह सकता है. ओके, चूरनमरा के പിന്നെ दुर्घटना पर बहुत लोग क्या है बाल बाल बच गए. ओके, मैम सड़क पार कर ही रहा था कि तेज़ कार आ गई. शुक्र है कि मैम बाल बाल बच गया. हाँ, ഞാൻ ജസ്റ്റ് എസ്കേപ്ഡ്. इसी प्रकार की एक अर्थ है. ओके, और मारा मारा फिरना ടു വാണ്ടർ എയിംലെസ്ലി. ടു എന്താ പറയുക, നമ്മൾ പറയാം മലയാളത്തിൽ പറയാം തെണ്ടി നടക്കുക എന്നൊക്കെ പറയാറുണ്ട്. സിംപ്ലി റോമിങ് ഹിയർ ആൻഡ് ദർ. ഓക്കെ, ഒരു സ്ട്രഗ്ലിങ്. ഓക്കെ, എന്താ പറയുക, തെണ്ടി നടക്കുക എന്ന്. ശരി, ആക്ച്വലി മലയാളത്തിൽ പറയുന്നത് വിത്തൗട്ട് എനി റീസൺ സിംപ്ലി റോമിങ് ഹിയർ ആൻഡ് देयर. आजकल उच्च शिक्षा प्राप्त युवा भी रोजगार के लिए दर दर मारे फिर रहे हैं. ഓക്കെ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടി നടക്കാറുണ്ട്. नया शहर होने के कारण वह सही पते की तलाश में काफ़ी देर तक मारा फिर रहा था. ഓക്കെ, ഒരു പുതിയ ടൗണിലേക്ക് പോയപ്പോൾ അവന് ആ സ്ഥലം അറിയാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം തെണ്ടി നടക്കേണ്ടി വന്നു. ഓക്കെ, मुँह की घाना टू सफ़र डिफीट. मुँह की घाना. ओके, सो यहाँ इस प्रकार की एक अर्थ होता है मुँह की घाना. പിന്നെ എന്താ, हार जाना. ओके, തോൽവി സമ്മതിക്കുക. चुनाव के नतीजों में सत्ताधारी दल को विपक्षी गठबंधन के सामने मुँह का घानी पड़ी. मुँह की घानी पड़ी, അതായത് തോൽവി സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ओके, सो हार जाना. अपनी ताकत पर घमंड करने वाले पहलवान को अखाड़े में मुँह की घानी पड़ी. ओके, मुँह में पानी आना. सो यहाँ मुँह की घाना, यहाँ मुँह में पानी आना. ഇൻ മലയാളം ഓൾസോ വി ആർ യൂസിങ്. എന്താണ്, വായിൽ വെള്ളം ഊറുക അല്ലെങ്കിൽ കൊതിയാവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ടു ബി टेम्प्टेड बाय फूड समथिंग गेटिंग द. ओके, चप्पन भोग की सजावट देखकर मेहमानों के मुँह में पानी आ गया. ഓക്കെ, നല്ല മനോഹരമായി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ വായിൽ വെള്ളം ഊറി. बाजार में गोलगप्पे की रेहड़ी देखते ही बच्चों के मुँह में पानी आने लगता. ओके, आइसक्रीम की गाड़ी देखकर बच्चों के मुँह में पानी आने लगता. ओके, और क्या है, डेयरी मिल्क देखकर मुँह के പിന്നെ बच्चों के मुँह में पानी आने लगे. ओके, डिफरेंट वे वी कैन यूज़. ओके, मुट्ठी गरम करना. ആക്ച്വലി വി ക്യാൻ ടെൽ അബൌട്ട് ബ്രൈബ്. ഓക്കെ, നമ്മൾ പറയാം എന്താ, കൈക്കൂലി മേടിക്കാന്ന്. ഓക്കെ, ദ സെയിം ഡയലോഗ് ഓൺലി ഓർ സെയിം വേ യൂസേജ് ഓൺലി യൂസിങ് ഹിയർ. क्या है, मुट्ठी गरम करना, टू गिव ए ब्राइब. बिना मुट्ठी गरम किए आजकल सरकारी दफ्तरों में ഫയൽ ആകെ नहीं बढ़ती. നമുക്കറിയാം അല്ലേ, കൈക്കൂലി കൊടുക്കാതെ സർക്കാർ ഓഫീസുകളിൽ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. സെയിം കണ്ടീഷനിൽ पुलिस के चालान से बचाने के लिए उसने सिपाही को मुट्ठी गरम करने की कोशिश की. ഓക്കെ, പിന്നെ എന്താ, അവർക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി, കൈക്കൂലി കൊടുത്തു. ദാറ്റ് ഈസ് ദ മീനിങ് मुट्ठी गरम करना. ओके, सो आज इतना हम पढ़ेंगे और बाकी बाद में देखेंगे. ओके, धन्यवाद.